Dear friends, rather students, from today we are launching a new channel named Off Campus. Off Campus എന്ന് പറയുന്നത് പ്യുവർലി ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് ഓറിയൻറ്റഡ് സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് കോഴ്സസ്, പ്യുവർലി സിലബസ് ബേസ് ചെയ്തുകൊണ്ട് വിവിധ കോഴ്സുകളുടെ വിവിധ സബ്ജക്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്ത് അതിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ മോഡലുകൾ ഏതൊക്കെയാണ് വരുന്നത് അത് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളെ എഫിഷ്യൻ്റായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നൊരു ദൗത്യമാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യലി ടു സ്റ്റാർട്ട് വിത്ത് നമ്മൾ ഈ +1 സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് സബ്ജക്റ്റിൽ ഇംഗ്ലീഷ് +1ൻ്റെ കോഴ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ +1ൻ്റെ ഇംഗ്ലീഷ് ആദ്യ ചാപ്റ്റർ മുതൽ വേർഡ് ടു വേർഡ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ നിങ്ങൾ മനസ്സിലാക്കിച്ചിട്ട് അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യനുകൾ ബോർഡ് എക്സാമിനിൽ വരുന്ന ക്വസ്റ്റ്യനുകളും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള സജഷൻസും നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തിട്ട് അത് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൻസർ എഴുതാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പതിയെ നമ്മൾ +1 തുടങ്ങി, അതിനുശേഷം +2 തുടങ്ങി, ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെയിൻ അല്ല, ലിറ്ററേച്ചറിനല്ല ലാംഗ്വേജ് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും സ്റ്റാർട്ട് ചെയ്ത് ഫ്രം ഡിഗ്രി ടു ദ PG ലെവലിൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ ഇതൊക്കെ ചെയ്യും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. +1ൽ ഇംഗ്ലീഷിൽ നമ്മൾ തുടങ്ങി വയ്ക്കുന്നത് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നല്ല, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഐ വിൽ ഫ്ലൈ എന്നൊരു ടോപ്പിക്കാണ് സെർച്ച് ചെയ്യുന്നത്. അത് ആക്ച്വലി സാറ് ഒരു ഗ്രാമത്തിൽ പോയിട്ട് കുറച്ച് കുട്ടികളെ അഭിസംബോധന ചെയ്തിട്ട് ഒരു പ്രസംഗിച്ച ആ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ, പ്രസക്ത ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് ആൾ ചർച്ച പറയുന്നത്, എങ്ങനെയാണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് യുവാക്കളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ വഴികളൊക്കെയാണ് സാർ ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കുന്നതിന് മുന്നേ സാറിൻ്റെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, വാട്ട് ഈസ് ഹി, എന്താണ് ഡോക്ടർ കലാം എന്നുള്ളത്, അദ്ദേഹം എന്തായിരുന്നു, ആരായിരുന്നു, ഓരോ ഇന്ത്യക്കാരനും ഓരോ ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ ആരായിരുന്നു ഡോക്ടർ അബ്ദുൽ കലാം എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിൽ രാമേശ്വരം എന്ന് പറയുന്ന ചെറിയൊരു പട്ടണത്തിലാണ് ജനിച്ചത്. ടു സ്റ്റാർട്ട് വിത്ത് അദ്ദേഹം ശരിക്കും നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡൻ്റായിരുന്നു. അതായത് 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന ആളാണ്. പ്രൈമറിലി നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പറ്റി പറയുമ്പോൾ ഓർമ്മ വരുന്നത്.
അദ്ദേഹത്തിൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ പ്രാഥമിക വിദ്യാഭ്യാസം മണ്ഡപം പഞ്ചായത്ത് യൂണിയൻ മിഡിൽ സ്കൂൾ എന്ന് പറയുന്ന രാമേശ്വരത്ത് തന്നെയുള്ള ഒരു ചെറിയ സ്കൂളിലാണ് ചെയ്തത്. അതായത് സാധാരണക്കാരനെ പോലെ നമ്മളെപ്പോലെ ഒരു സാധാരണ സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ചിട്ടാണ് ആൾ ഇത്രയും വലിയ പൊസിഷനിൽ എത്തിപ്പെട്ടത്. അതിനുശേഷം അവിടെ തന്നെ ഒരു ഷോർട്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയിട്ട് പിന്നീട് തിരുച്ചിറപ്പള്ളി എന്ന സ്ഥലത്തിൽ സെൻറ്റ് ജോസഫ്സ് കോളേജിലാണ് സെൻറ്റ് ജോസഫ് കോളേജിലും അതിനുശേഷം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയത്. മെയിനായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉള്ളതായിട്ടുള്ള യുദ്ധസാമഗ്രികളുടെ വികസനം, അതിൻ്റെ റിസർച്ച്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അത് പ്രത്യേകിച്ചും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാമഗ്രികളുടെ വികസനത്തിനാണ് ഈ DRDO ഊന്നൽ കൊടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ISROയിൽ, എല്ലാവർക്കും അറിയാം ISRO എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതിലും വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ സയൻസ് ഫീൽഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് ഫീൽഡിൽ സ്കോളേഴ്സിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം അറിയപ്പെടുന്നത് മിസൈൽ മാൻ എന്നാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഓമന പേരിൽ വിളിച്ചിരുന്നത്. അദ്ദേഹത്തെ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നും പറയാറുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ബുക്കുകൾ, ആത്മകഥാപരമായിട്ടുള്ള പല ബുക്കുകളിൽ വന്നിട്ടുണ്ട്. അതിൽ വിങ്സ് ഓഫ് ഫയർ എന്ന ബുക്കാണ് ആധികാരികമായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം.